പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ വാക്കിൽ കുറച്ച് കൂടുതലായി പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എൻ്റെ അടുത്ത് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരി കാരക്കുന്നിലാണ്. ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഒരു കരിമ്പ് കച്ചവടം നടത്തുന്ന ഒരു സുഹൃത്തിൻ്റെ കരിമ്പിലേക്ക്, അതായത് 2-3 കിൻഡൽ കരിമ്പ് കൊടുന്ന് കൂട്ടിയിലേക്ക് മണ്ണെണ്ണ ഡീസലോ എന്തോ ഒഴിച്ചിട്ടുകൊണ്ട് ആരോ പോയിട്ടുണ്ട്. ഒരുപാട് കരിമ്പ് ജ്യൂസുകൾ കച്ചവടം ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബ ഉപജീവന മാർഗം നടത്തുന്ന പരിപാടിയാണ് കരിമ്പ് ജ്യൂസ്. ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, രാവിലെ തിരിഞ്ഞു നിന്നാണ്ട് അത് തിന്നാൻ നല്ലത്. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ, ഈ ഒരു ചങ്ങായി ഓനോൻ്റെ കുടുംബം പോറ്റുന്ന ഒരു സംഭവമാണിത്. അതിന് നടത്തുന്നതാണ് ഈ ഒരു കച്ചവടം. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ കരിമ്പ് കൊടുന്ന് എല്ലാവരും ഇതുപോലെ തന്നെ റോഡ് സൈഡിൽ വന്ന് കണ്ടാണ് കച്ചവടം ചെയ്യണത്. അപ്പോൾ കൂടുതൽ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം പ്ലാസ്റ്റിക് വെച്ച് മറച്ചിട്ടാണ് സാധാരണ എല്ലാവരും പോകാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പരിപാടി ചെയ്യണോ ആളുകൾ ആരായാലും പൊതുജനങ്ങളോട് എന്തായാലും ശത്രുത കാണിച്ചിട്ടാവില്ല ഇത് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അന്നം തിന്നണോനറിയാലോ. അപ്പോൾ ഇവനോടൊക്കെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഓനോട് വന്ന് തീർക്കുക. അല്ലാതെ ഈ ജനങ്ങൾ വന്ന് കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ തിന്നുന്ന ഭക്ഷണത്തിലോ വന്നിട്ട് വല്ലതും കലക്കിയിട്ട് ആളുകളെ തീറ്റിക്കല്ല വേണ്ടത്. ഇത്തരം ആളുകളോട് വല്ല പരാതി ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് വന്ന് തീർക്കാൻ വേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനം ഇവിടെ കണ്ടങ്ങൾ, ഇത് കണ്ടോ, ഇന്നലെ കൊടുന്ന് കൂട്ടിയ കരിമ്പാണ്. ഇത്രയും കരിമ്പിൻ്റെ ഉള്ളിലേക്ക് ഡീസലോ എന്തോ കൊടുന്ന് ഒഴിച്ചു എന്നാണ് പറയണത്. ഇത് എത്ര റുപ്യൻ്റെ മുതലുണ്ടെന്നറിയാം. ഇത് വിറ്റിട്ട് വേണം ഇതുപോലത്തെ ആളുകളെ കുടുംബം കഴിഞ്ഞു പോകാൻ. അപ്പോൾ റഷീദ്, എന്താണ് സംഭവിച്ചത് ശരിക്ക്? രാവിലെ ഇവിടെ വന്നാണ്ട് ഒരാൾ കരിമ്പ് ചോദിച്ചു. അപ്പോൾ രാവിലെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് ഇന്നലെ ചിരണ്ടി വെച്ച കരിമ്പ്. ഇന്ന് പിന്നെ രണ്ടാമത്തെ ഞാൻ അപ്പുറത്ത് ബാക്കിലായിരുന്നു അട്ടി വെക്കൽ. അതിന് എടുത്തുകാണ്ട് പിന്നെ ഒരാൾക്ക് കരിമ്പ് കൊടുത്തപ്പോൾ അയാൾ ഡീസൽ വല്ല മണ്ണെണ്ണ എന്തോ ചോദിക്കുന്നതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്ത് പോയി കണ്ട് നോക്കിയപ്പോൾ അത് എല്ലാ കരിമ്പും മൊത്തത്തിൽ 2 കിൻഡലും 3 കിൻഡലിൻ്റെ അടുത്ത് കരിമ്പുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മണ്ണെണ്ണ എന്തോ ഒരു വാസനയും ചോയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കംപ്ലൈൻ്റ് ആയി. അവർ കുറേ പച്ചുമ്പളിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇവിടുന്ന് പോയി. പിന്നെ അവരെന്ന് വരുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അന്ന് ഞങ്ങൾക്ക് ആരാ ചെയ്തതെന്നോ എന്താണെന്നൊന്നും അറിയില്ല. ആരൊക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. നമ്മളെ കുട്ടികളെ നോക്കാൻ വേണ്ടി കണ്ടാണ് ഈ ഇത്. ഇതൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. നമ്മളെല്ലാവർക്കും ഒരു ഉപകാരം ചെയ്യണം മനസ്സിലായി. എന്തെങ്കിലും ആരെങ്കിലും ചെയ്തെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കില്ല. അവർക്ക് ഞാൻ പോലീസ് കേസായിട്ട് ഇതിനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യും. പോലീസിൽ പരാതി കൊടുത്തോ? പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കണം. അല്ലാതെ ഇത് ഇനി വേറെ ഇതേപോലെ കുറേ ആൾക്കാർ റോഡ് സൈഡിലായിട്ടും പല സംഭവങ്ങളിലായിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് അവർ പാര ചെയ്യുകയാണെങ്കിൽ നമ്മളത് എപ്പോഴെങ്കിലും കുടിക്കുള്ളൂ. ഇത് സ്ഥിരമായിട്ട് നമ്മളെ സ്ഥിരം കസ്റ്റമറും കുട്ടികളും പെണ്ണുങ്ങളും വയറ്റിലുള്ള പെണ്ണുങ്ങളും എല്ലാവരും ഇത് കുടിക്കുന്നതാണ് കരിമ്പ് ജ്യൂസ്. അപ്പോൾ ഇതൊക്കെ കുടിച്ചാണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മളായിട്ടാണ് ആ പ്രശ്നങ്ങൾ വരും. ഇത് ചെയ്ത ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ ചെയ്തു പോവുകയേ ചെയ്യുള്ളൂ. പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് നമ്മളോട് നേരിട്ട് പറയാം. നമുക്ക് എന്തെങ്കിലും അത്ര ബുദ്ധിമുട്ടും നമുക്ക് വല്ല കുരുടനോ എന്തെങ്കിലും കലക്കി തന്നൂടെ അവർക്ക് നമ്മളിവിടുന്ന് ഒഴിഞ്ഞു പോകൂലേ. അല്ലെങ്കിൽ അവർ നമ്മളോട് നേരിട്ട് പറയാം, ഇത് ഇവിടെ പറ്റൂല, ഒരു ഒഴിഞ്ഞു പോയിക്കോ, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കച്ചവടം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളുണ്ട്, അത് കൊണ്ട് ഇത് പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒഴിഞ്ഞു പോകാൻ നമ്മൾ തയ്യാറാണ്. അവരെ സ്ഥലത്ത് വന്നാണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഒഴിഞ്ഞ് മാറി കൊടുക്കാൻ നമ്മൾ സന്നദ്ധനാണ്. അപ്പോൾ ഇത്തരം പരിപാടി ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ വല്ലാതെ മോശമായിട്ട് വീഡിയോയിൽ സംസാരിക്കാൻ കഴിയൂല. രാവിലെ എന്തായാലും അത് തിന്നാണ് നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ കരിമ്പ് ജ്യൂസ് നടത്തുന്ന അതുപോലെ തന്നെ റോഡ് സൈഡിൽ കച്ചവടം നടത്തുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, ഇതുപോലെ വൃത്തികെട്ട ശത്രുക്കളുണ്ടാവും. കാരണം അവർക്ക് രസിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ കച്ചവടം ചെയ്യണതും അവനവൻ്റെ കുടുംബം പോറ്റി പോകണതൊന്നും ആർക്കും രസിക്കുന്നുണ്ടാവില്ല. അത്തരം കച്ചവടം ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, എല്ലാ ദിവസവും വന്നിട്ട് അവനവൻ്റെ സാധനങ്ങൾ ശരിക്കും ടെസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലാതെ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വല്ല വയറിളക്കോ അതുപോലെ തന്നെ വല്ല ഫുഡ് പോയ്സണൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നമ്മളായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം തെരുവ് കച്ചവടം നടത്തുന്ന ആളുകൾ ഓരോ സാധനം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ആളുകൾക്ക് കൊടുത്തോണ്ടിന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.